നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എഴുത്തുകാർ പുതിയ വെല്ലുവിളികളെ നേരിടുന്ന കാലമാണിതെന്ന് മന്ത്രി പി രാജീവ്. ചെങ്ങമനാട് വാണിക്കളീപുരം വായനശാലയുടെ ശതാബ്ദി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ കടലെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ച് പറവൂർ കേസരി സ്മാരക ട്രസ്റ്റ്. കേരള സമുദ്ര പഠന സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. KLCA കോട്ടപ്പുറം മേഖലയുടെ ആഭിമുഖ്യത്തിൽ JB കോശി കമ്മീഷൻ വിശദീകരണ യോഗം നടത്തി. കീഴൂപ്പാടം സദ്ബുദ്ധി മാതാ പള്ളി പാരിഷ് ഹാളിൽ നടത്തിയ യോഗം ഇടവക വികാരി ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. എഴുത്തുകാർ പുതിയ വെല്ലുവിളികളെ നേരിടുന്ന കാലമാണിതെന്ന് മന്ത്രി പി രാജീവ്. ചെങ്ങമനാട് വാണിക്കളീപുരം വായനശാലയുടെ ശതാബ്ദി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഴുത്തിന്റെ മേഖലയിലേക്കും കടന്നിരിക്കുന്ന പുതിയ കാലം എഴുത്തുകാർക്ക് വെല്ലുവിളി ഉയർത്തുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ചെങ്ങമനാട് വാണിക്കളീപുരം വായനശാലയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ചെങ്ങമനാട് NSS ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിപണന സംവിധാനത്തിന്റെ പുതിയ തലമായി സമൂഹ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. വായനയുടെ അല്ലെങ്കിൽ അച്ചടിക്കുന്ന സംവിധാനങ്ങളുടെ എണ്ണം സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ പരിമിതപ്പെടുത്തും എന്നാണ് ആദ്യം പലരും കരുതിയിരുന്നുവെങ്കിൽ എഴുതുന്ന ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ കൃതികൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ അനുഭവം. നേരത്തെ ഇൻസ്റ്റാഗ്രാം വരുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വരുന്നു, മറ്റ് സംവിധാനങ്ങൾ വരുന്നു, അതോടുകൂടി ആളുകൾ വായിക്കുമോ, പുസ്തകങ്ങൾക്ക് ഉപേക്ഷിക്കാൻ തോന്നിയെങ്കിൽ ഇപ്പം അതിലൂടെ വായനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നു. അതൊരു വിപണന സംവിധാനത്തിൻ്റെ പുതിയ തലമായി സാമൂഹ്യ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എഴുത്ത് പുതിയ വെല്ലുവിളിയെ നേരിടുന്ന കാലമാണ്. അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു കവിതാ പുസ്തകം ChatGPT എഴുതിയത്, കവിതകളുടെ സമാഹാരം. മനുഷ്യരല്ല എഴുതുന്നത്, AI എഴുതുന്ന കവിതകൾ, ഒരു സമാഹാരം. വളരെ പ്രശസ്തനായ നോവലിസ്റ്റ് പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു 20% മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഴുതിയിട്ടുള്ളൂ. അതിന് ചില ഭംഗി നൽകുന്ന ആ ഒരു മിനുക്ക് പണികളുടെ ദൗത്യം മാത്രമേ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇയാൻ മാസ്ക് ആണെങ്കിൽ ഇപ്പോൾ പുതുതായി കണ്ട ന്യൂറോ ലിങ്കാണ്, തലച്ചോറിനകത്ത് ചെറിയ ചിപ്പ് വയ്ക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനിയിപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് കമ്പ്യൂട്ടറോട് പറയണ്ട, ചിന്തിക്കുമ്പോൾ തന്നെ സിസ്റ്റം വർക്ക് ചെയ്ത രൂപത്തിലേക്ക് പുതിയ കാലം വരികയാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് സർഗാത്മകതയെ ഭാവിയിൽ പുനർനിർമ്മിക്കാൻ പോകുന്നത്, പുനർനിർവചിക്കാൻ പോകുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. വായനശാല പ്രസിഡന്റ് ജോണി തോട്ടുകൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PK രാജൻ സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ MK സാനു മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മുൻകാല വായനശാല പ്രവർത്തകരെ അൻവർ സാദത്ത് MLA ആദരിച്ചു. വായനശാലയ്ക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി MLA ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്നും അൻവർ സാദത്ത് MLA പറഞ്ഞു. തീർച്ചയായിട്ടും ഈ വായനശാല ഇവിടെ നിൽക്കേണ്ടതും ഇനി വരുന്ന തലമുറകൾക്ക് ആ വായനശാല ഉപകാരപ്രദപ്പെടേണ്ടതും ഈ നാടിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും എല്ലാവരുടെയും ഇതിലെ ഓരോ അംഗങ്ങളുടെയും നമ്മുടെ നാടിൻ്റെയും ആവശ്യം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ആവശ്യപ്പെട്ട ഈ പുതിയ ബിൽഡിങ്ങിനുള്ള ഫണ്ട് MLAയുടെ അസറ്റ് ഫണ്ടിൽ നിന്നും കൊടുക്കാമെന്ന് നിങ്ങളെയും കൂടി സാക്ഷി നിർത്തി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി MR സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ജയ മുരളീധരൻ, കവി ജയകുമാർ ചെങ്ങമനാട്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി VK ഷാജി, കൗൺസിൽ വൈസ് പ്രസിഡന്റ് KC വത്സല, CR ഹരിപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കാലാവസ്ഥ കടലെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ച് പറവൂർ കേസരി സ്മാരക ട്രസ്റ്റ്. കേരള സമുദ്ര പഠന സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം ലോകമാകെ ആശങ്കയ്ക്കിടയാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പറവൂർ കേസരി സ്മാരക ട്രസ്റ്റ് കാലാവസ്ഥ കടലെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. ചിറ്റാറ്റുകര മുനമ്പം കവലയിലുള്ള 31 സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കേരള സമുദ്ര പഠന സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികൾ, അതുമൂലമുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, അത് പല ഭാഗത്തും നമ്മുടെ മുമ്പിലേക്ക് വരുന്നു.
അത് ചുഴലിക്കാറ്റാവാം, അല്ലെങ്കിൽ കൊടുങ്കാറ്റാവാം, അല്ലെങ്കിൽ കൂറ്റൻ തിരമാലകളാവാം, കടൽക്ഷോഭമാവാം, കടലാക്രമണമാവാം. പല രീതിയിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനെല്ലാം സാക്ഷികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരദേശവാസികളും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുമാണ്. നേരത്തെ നമ്മൾ പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയും, അല്ല ഇത് ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കി പറയാൻ ഇതിൽ കാര്യമൊന്നുമില്ല, ഇത് വെറും മിഥ്യയായ ധാരണയാണ്, കാലാവസ്ഥാ വ്യതിയാനം അങ്ങനെയൊന്നും സാധനം ഇല്ലെന്ന് തന്നെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ അവരുടെ എല്ലാം അഭിപ്രായം മാറ്റി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടെന്ന് സമ്മതിച്ചു. കാരണം അത് ഇത്രത്തോളം വിപത്തുകൾ നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഇത് സമ്മതിക്കാൻ തയ്യാറായത്. കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ വഴി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത 2100 കൂടി ഈ ഭൂമി തന്നെ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. അത്രത്തോളം വിപത്തുകൾ ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം ആഗോള പ്രതിഭാസമായി മാറിക്കഴിഞ്ഞതായും ഈ നില തുടർന്നാൽ രാജ്യത്തെ 12 പ്രധാന പട്ടണങ്ങൾ 2050 കടലിനടിയിലാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളതാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കടൽനിരപ്പ് വർധന നേരിടേണ്ടി വരും. 2100 നമ്മുടെ കടൽനിരപ്പ് 59 സെൻറ്റിമീറ്ററായിട്ട് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. 59 സെൻറ്റിമീറ്റർ. ഇപ്പോൾ അറബിക്കടലിൽ ഒരു വർഷം കടൽ വർദ്ധിക്കുന്നത്, കടലിൻ്റെ ഉയരം കൂടുന്നത് 1.2 സെൻറ്റിമീറ്റർ ഒരു വർഷം വാർഷികാടിസ്ഥാനത്ത്. അപ്പോൾ ഇതിങ്ങനെ ഒരു 50 വർഷം കഴിയുമ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലമൊന്നും പിന്നെ ഉണ്ടാവില്ല, ഇതെല്ലാം കടലിനടിയിൽ പോകും. ഇന്ത്യയിൽ ഏകദേശം 12 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ 2050 തൽസ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിലേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുമാനം. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഹേതു എന്ന് പറഞ്ഞാൽ തന്നെ ഈ താപനമാണ്, ആഗോളതാപനമാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വർധനവ് തന്നെയാണ്. കേസരി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എസ് ശർമ്മ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, ആഘാതങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ അഭിലാഷും തീരദേശവാസികളുടെ അതിജീവന മാർഗം എന്ന വിഷയത്തിൽ ഡോക്ടർ എ മുഹമ്മദ് ഹാത്ത, കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ ദിനേശ് എന്നിവരും ക്ലാസ് എടുത്തു. ട്രസ്റ്റ് ട്രഷറർ അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി, രക്ഷാധികാരി SP നായർ, ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി കോപ്പകുമാർ, ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീല വിശ്വം, മുൻ ബാങ്ക് പ്രസിഡന്റ് രാമദാസ്, CPIM ഏരിയ സെക്രട്ടറി TR ബോസ് എന്നിവരും സംസാരിച്ചു. KLCA കോട്ടപ്പുറം മേഖലയുടെ ആഭിമുഖ്യത്തിൽ JB കോശി കമ്മീഷൻ വിശദീകരണ യോഗം നടത്തി. കീഴുപ്പാടം സദ്ബുദ്ധി മാതാ പള്ളി പാരിഷ് ഹാളിൽ നടന്ന യോഗം ഇടവക വികാരി ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികം, ക്ഷേമം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് JB കോശി കമ്മീഷന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്നും ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് KLCA സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ള 1000 യോഗങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കോട്ടപ്പുറം മേഖലാ യോഗം സംഘടിപ്പിച്ചത്. കീഴുപ്പാടം സദ്ബുദ്ധി മാതാ ദേവാലയത്തിലെ പാരിഷ് ഹാളിൽ നടന്ന യോഗം ഇടവക വികാരി ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. KLCA ഇടവക പ്രസിഡന്റ് ബൈജു കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. KLCA രൂപതാ ട്രഷറർ സേവി പടിയിൽ സ്വാഗതം പറഞ്ഞു. സുൽത്താൻപേട്ട് വരെയുള്ള 12 രൂപതകളിലായി KLCA സംസ്ഥാന സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള 1000 യോഗങ്ങൾ നടത്തുക എന്നുള്ളത്. ഈ 1000 യോഗങ്ങൾ നമ്മൾ ഈ പള്ളി ഹാളിൽ കൂടുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലത്തീൻ കത്തോലിക്കരായ മക്കളിലേക്ക് ഇതെന്താണെന്ന് അറിയിക്കുക, അതെത്തിക്കുക. നമ്മുടെ ഇടവകകളിലും കുടുംബ യൂണിറ്റുകളിലും നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ലക്ഷ്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ഈ 1000 യോഗങ്ങൾ നടത്തുന്നത്. KLCA മുൻ രൂപതാ പ്രസിഡന്റ് അലക്സ് താളൂപ്പാടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്ന ഇത്തരം ആശയങ്ങൾ പുതിയ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിൻ്റെ മനസ്സിൽ നിന്ന് ഉദിച്ച ഒരു ചോദ്യമാണ്. അദ്ദേഹം അത് ചെയ്തതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ റോമൻ കത്തോലിക്കരെന്ന് പറഞ്ഞ് പഠിക്കണം എന്നാണ് എല്ലാവരോടും പറയുന്നത്. നമ്മളങ്ങനെയാണ്. അത് സർക്കാർ രേഖയിൽ നമ്മളിപ്പോൾ റോമൻ കത്തോലിക്കരാണ്. അപ്പോൾ ആ ഒരു രേഖ
നമുക്കുണ്ടായി. അത് വർഷങ്ങളായിട്ട് നമ്മൾ കത്തോലിക്ക സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. നമുക്ക് 2-3 വിഭാഗങ്ങളാണ്. ഒന്ന് ആംഗ്ലോലിയൻ സമുദായവും അതേപോലെ തന്നെ നമ്മുടെ സമുദായം കൂടി ചേർന്ന 6% ആൾക്കാരാണ് നമ്മുടെ അംഗങ്ങളുണ്ടായത്. പിന്നീട് പരിവർത്തിതരായ കുറച്ച് ആൾക്കാർ, നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്ന കുറച്ച് ആൾക്കാർ, അവരിൽ കൂടി 8% ആൾക്കാരാണ് നമ്മുടെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്നത്. ഇത്രയും സമൂഹത്തിൽപ്പെടുന്നതിൽപ്പെട്ട ആൾക്കാരാണ് ഞാനും നിങ്ങളും അടക്കമുള്ള ആൾക്കാർ. അപ്പം നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല സമരങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ കുറച്ചും കൂടി വിശാല മനസ്സുള്ളവരാണ്. രണ്ടാമത് പ്രതീക്ഷിക്കുന്നവരാണ്. ഭാരത സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്ന് പോരാടിയവരാണ് നമ്മൾ ലത്തീൻ കത്തോലിക്കർ. വിട്ടുകൊടുത്തിട്ടുള്ള പാരമ്പര്യമാണ്. അത് ഷിപ്പ്യാർഡിനായാലും തുമ്പെ വിമാനത്താവളത്തിലായാലും ഒക്കെ നമ്മൾ വിട്ടുകൊടുത്തവരാണ്. അങ്ങനെ വിട്ടുകൊടുത്തൊരു സംസ്കാരമാണ്. അതൊരു വിശാല മനസ്സാണ്, പ്രതീക്ഷയുള്ളവരാണ്. പക്ഷേ ഈ പ്രതീക്ഷയും വിശാല മനസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മറന്നുപോയൊരു കാര്യമുണ്ട്: സമുദായത്തിൻ്റെ വളർച്ച, സമുദായ മുന്നേറ്റം. ആ സമുദായ മുന്നേറ്റം ഇല്ലാതായപ്പോൾ എന്ത് ചെയ്ത്, ഇതര സമുദായം ഇത് മുതലെടുത്ത് അവർ മുന്നോട്ട് പോയി. അപ്പോൾ അവർ സമുദായ മുന്നേറ്റത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുകയും അവർ വളർച്ച പ്രാപിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ചെയ്തത് ഈ വിശാല മനസ്സുള്ളതുകൊണ്ടും എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അത് ആവശ്യമാണ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വിശാലതയാണ്. പക്ഷേ അതേപോലെ തന്നെ മറ്റു സമുദായങ്ങൾ മുന്നോട്ട് പോവുകയും അവരുടെ അവകാശങ്ങൾക്ക് പോരാട്ടം നടത്തി നേട്ടങ്ങൾ നേടിയെടുത്തു. രൂപതാ പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ, KRLCC മുൻ സെക്രട്ടറി PJ തോമസ്, വാർഡ് മെമ്പർ ലൈജു കാട്ടാശ്ശേരി, KCYM പ്രസിഡന്റ് ആദർശ് ബിനോയ് പുളിക്കൽ, സോജൻ കല്ലറയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.